കിടങ്ങെടുത്തത് മണ്ടത്തരമായിപ്പോ കോട്ടപ്പറ അവിടെ വന്നിട്ട് അവര് ഉൾമല വനത്തിനകത്തൂടെ പോയേക്കുന്നത്. അതേസമയം സോളാർ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ ഈ പുരയിടത്തിനോട് ചേർന്ന് അതിലേ എടുത്തില്ല. പിന്നെ അന്ന് കിടങ്ങ് ഇതുവഴി എടുത്തിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം വരത്തില്ലായിരുന്നു. എനിക്ക് സങ്കടം കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഒരു 10-40 എണ്ണം പോയിട്ടുണ്ട്. ഈ മുകളിലാണോ? ആ മുകളിലാ തിന്നു. പിന്നെ ഒരു കോഴിക്കൂട് നശിപ്പിച്ചിട്ട് എന്നിട്ട് ആ തൈ മൊത്തം തിന്ന്. ഇപ്പൊ 2ാമത്തെ ട്രിപ്പ് തൈ വെച്ചതാ. ആദ്യമേ മൊത്തം നശിപ്പിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനെ കൊണ്ട് ഒരു നിവർത്തിയില്ല. അംഗനവാടിയുടെ ബാക്ക് വരാനോ വരൂല്ലേ? അംഗനവാടിയുടെ ബാക്കിൽ വന്ന് ഒറ്റ തള്ളിന് ഷർട്ടൊക്കെ പൊളിച്ചു കളഞ്ഞല്ലേ? അപ്പൊ നമ്മള് വസ്തുവിന്റെ എത്ര റബ്ബറാ പോയേക്കുന്നത്? ഇന്നിപ്പോ ഒരു 10-40 എണ്ണം പോയിട്ടുണ്ട്. ഈ മുകളിലാണോ? ആ മുകളിലാ. ആന ഇങ്ങനെ ഈ ഭാഗത്തൂടെ ഇറങ്ങി വരുന്നല്ലയോ? ഈ ഭാഗം മൊത്തം വരും, മൊത്തം തിന്നു. പിന്നെ ഒരു കോഴിക്കൂട് നശിപ്പിച്ചിട്ട് എന്നിട്ട് ആ തൈ മൊത്തം തിന്ന്. ഇപ്പൊ 2ാമത്തെ ട്രിപ്പ് തൈ വെച്ചതാ. ആദ്യമേ 10-60 എണ്ണം തിന്ന്. അത് ഞാൻ അപേക്ഷ കൊണ്ട് കൊടുത്ത് എല്ലാം ചെയ്തിട്ടേക്കും. അത് കഴിഞ്ഞ് ഞാൻ 40 തൈ കൂടെ മേടിച്ച് ആദ്യം എടുത്തതിന്റെ കുറ്റി നിർത്തിയിട്ടുണ്ട്. അവിടെ മൊത്തം നശിപ്പിക്കുക. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനെ കൊണ്ട് ഒരു നിവർത്തിയില്ല. വീടപ്പുറത്തല്ലയോ? വീട് അവിടെ, എന്റെ വസ്തു ഇവിടെ. ഞാൻ 100 തൈ വെച്ചത്. എനിക്ക് വയ്യാത്ത ഞാൻ ഇത് 2ാമത്തെ വർഷം. ഈ അംഗനവാടിയുടെ പുറകെ ആന ഇറങ്ങി വന്നേ? ഇതിന്റെ പുറകെ കൂടെ വന്നത് ഉണ്ട്. അതിലെ കൂടെ കിഴക്കൂടെയും വരും. പിന്നെ കൊല്ലത്ത് പോയി മീൻ വല മേടിച്ചോണ്ട് വന്ന് 10-15 പേര് നിന്ന് വേലി കെട്ടിയത്. ആ വേലി മൊത്തം ആന നശിപ്പിച്ചു. ഇതിലേക്കൂടെ ഇങ്ങോട്ട് ഇറങ്ങത്തില്ലല്ലോ? ഇതില് വേണേലും ഇറങ്ങി വരുമല്ലോ. ഇത് നമ്മുടെ ഷെഡാണോ? ഇത് എന്റെ ഇളയ മോന്റെ എടുത്ത്. എന്റെ ഇളയ മോൻ താമസിക്കുന്ന ഇതിനകത്ത്. ഇപ്പൊ അവൻ ഇവിടെ ഇല്ല, എറണാകുളത്ത് ചെറിയ ജോലിയായിട്ട് പോയേക്കോ. ഈ ഷെഡ് എടുത്തില്ല. ഒരു പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ആട്ടും കൂടും. അതെല്ലാം തള്ളി. ഇതിപ്പം 3-4 ദിവസം ആയതാ. ഞാനിവിടെ ഇല്ലായിരുന്നു. ആടില്ലായിരുന്നു. ഇങ്ങനെ വന്ന് തള്ളി ഇറങ്ങി വന്നല്ലേ? അതിലേക്കൂടെ വന്ന അതിലേക്കൂടെ ആ മേളിൽ കയറി മേളിക്കൂടെ ഇവിടെ വന്നത്. ആന ഇങ്ങനെ വന്ന് ഇറങ്ങി വന്ന് എതിരേക്കടെ ഇങ്ങനെ പോയില്ലയോ? ആ റബ്ബർ പൊടിച്ച് ആനയുടെ പാട് കണ്ടോ? ഇത് തള്ളിയിട്ടതാ. എത്ര ആന ഉണ്ടായിരുന്നു? ഇന്നലെ 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരുമിച്ച് വന്നു. 4 എണ്ണം ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങുന്നത്. ഇതിലേക്കടാണ് കേറിയല്ലേ? ഇതിലെ കൂടെ കയറി എല്ലാം അങ്ങനെ നശിപ്പിച്ചതാ. ഇതിലേ കൂടെ വന്നത് കണ്ട. അതിലേ കൂടെ വന്ന് ഇങ്ങനെയാണോ വന്നേ? അതിലേ കൂടെ വന്ന് പോയത് ഇതിലെയാന്ന് തോന്നുന്നു. അതിലേ കൂടെ വന്നത്. ഇവിടെ മേളിലാ നശിപ്പിച്ച് വെച്ചേക്കുന്ന മൊത്തം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 60 തൈ പോയെന്ന്. ഞാന് ആ കുറ്റിയൊക്കെ അങ്ങ് നിർത്തി. എനിക്ക് നിവർത്തിയില്ല മേടിക്കാൻ. പാട് കണ്ടോ? ഇത് കൊറേ ആന ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ട്, 3-4 ഉണ്ടായിരുന്നു. കണ്ടോ തൈ? ഉണ്ടോ കുടിച്ചിട്ടേക്കുന്നുണ്ടോ? ഇതൊക്കെ ചവിട്ടി ചായച്ച് വെച്ചേക്കുവാ. ഇതിലെ കൂടെ വന്നത്. പ്ലാവൊക്കെ ഇവരുടെ ഇതിനകത്ത് ചക്കയായിരുന്നു. ആന ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഭയങ്കര ആനയാന്ന് തോന്നല്ലേ? വലിയ സൈസ് ആനയാണോ? വലിയ കാൽപ്പാട് കാണുന്നു. വലുതാണ്ടോ തൈ ഓടിച്ചിട്ടേക്കെല്ലാം പോകല്ലേ? ഇതൊക്കെ ഇപ്പൊ ഞാൻ നേരത്തെ ആന തിന്നതിന് പകരം മേടിച്ചോണ്ട് വെച്ചതാ. കണ്ടോ എല്ലാം ഒടിഞ്ഞോ? ഇലയൊന്നുമില്ല. ഇവിടെ വന്ന് നിന്നങ്ങ് തിന്നുവല്ലയോ? ഈ ആന ഒരുപാട് നേരം നിന്നാണ്. ഇതിനകത്ത് ചക്കയായിരുന്നു. പിണ്ടം ഇട്ടുടങ്ങ് നിൽക്കുവല്ലയോ? ഈ പ്ലാവ് എന്താ അതിന്റെ തള്ളിയിട്ടേ അല്ലയോ? ഈ പ്ലാവ് ഇവരുടെയാ. ഇതിനകത്തെല്ലാം ചക്ക തിന്നാൻ വന്നതാ. ഇവിടെയും തയ്യായിരുന്നു. ഇല്ല തൈ ഞാൻ പിടിച്ചു കെട്ടിട്ടേക്കോ അങ്ങേറ്റത്. ഇവിടെയും തയ്യായിരുന്നു. സ്ഥിരം ആന വരുന്നുണ്ട് ഇതിലേക്ക്. ഇതൊക്കെ ഞാൻ പകരം മേടിച്ച് വെച്ചതാ. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായി 10-60 തൈ തിന്ന്. അതിന് പകരം ഞാൻ മേടിച്ചോണ്ട് വെച്ചതാ.
തിരക്ക് വരുന്നില്ലയോ? ആ ചക്ക തിരക്ക് വന്ന ഇത് ചക്ക തന്നെ തിരക്ക് വന്നതാ. ഒരു ദിവസം വന്നത് ആ മൂലക്ക് പ്ലാവെ ചക്കയായിരുന്നു. അന്ന് അവിടെ ഞങ്ങളുടെ അയ്യത്ത് കയറി അത് മൊത്തം നശിപ്പിച്ച്. ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്ന അക്കരയാ. അതുകൊണ്ട് നമുക്ക് ആന വരുമ്പം ഒന്നും അറിയത്തുമില്ല, നമുക്ക് നോക്കാൻ വരാൻ ആളുമില്ല. ഉണ്ടോ പിന്നെ തോണ്ടിൽ അവിടെ പിഴുതിട്ടേക്കുന്നു. കൂട്ടവാ തോണ്ട് അവിടെ പിഴുതിട്ടേക്കുന്നു. ആ ഏറ്റവും മേളത്തെ തുണ്ടിലും ഉണ്ട്. ഇവിടുന്നാണ് ഇറങ്ങി വരുന്നല്ലേ? അവിടെ ഫെൻസിംഗ് ഒന്നും ഇല്ലല്ലോ മോളി? ഫെൻസിംഗ് ഇല്ലാത്തോണ്ട് ഇറങ്ങി വരുന്നില്ലേ? ഞങ്ങൾ വല കെട്ടിയേക്കോണ്ട് അവിടെ ഞങ്ങൾ വല കെട്ടിയേക്കോ. ആനയ്ക്ക് വലയൊന്നും പ്രശ്നമല്ലല്ലോ. അപ്പുറത്തെ ഭാഗത്തു ആന ഇറങ്ങില്ല താഴോട്ട്. അവിടെ താഴെ അക്കര അവരുടെയും തൈയൊക്കെ തിന്നിട്ടുണ്ട്. അതുകൊണ്ട് അക്കരത്തെ പക്ഷെ നമ്മുടെ മൊത്തം നശിപ്പിച്ചു. പിന്നെ മോളിക്കടെ കിടങ്ങുള്ള ഭാഗമാണോ? ഇല്ല ഇവിടെ ഇല്ല. ആ കിടങ്ങ് എടുത്തത് മണ്ടത്തരമായി കോട്ടപ്പറ അവിടെ വന്നിട്ട് അവര് ഉൾമല വനത്തിനകത്ത് കൂടെ പോയേക്കുന്നത്. അതേസമയം സോളാർ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ ഈ പുരയിടത്തിനോട് ചേർന്ന അതിലേ എടുത്തില്ല. പിന്നെ അന്ന് കിടങ്ങ് ഇതുവഴി എടുത്തിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പം വരത്തില്ലായിരുന്നു. എനിക്ക് സങ്കടം കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, അത്ര വിഷമമുണ്ട്. കഴിഞ്ഞ പിന്നെ ഞാൻ എല്ലാം മാറി വെച്ചതാ. ഇതെല്ലാം മാറി വെച്ച 2-3 വേലക്കാരെ നിർത്തി മാറി വെച്ചതാ. പിന്നെ ഒരാളെ വിളിച്ച് ആന വരുമ്പോ കാണട്ടെന്ന് പറഞ്ഞ് ആ മരം മൊത്തവും ഒത്തിരി കോതിച്ച് 2 പേരുടെ പണിയായി. ഫെൻസിംഗ് ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. അതുകൊണ്ടാണെങ്കിൽ ഇത്രയും ഞങ്ങൾക്ക് കുഴപ്പം വരത്തില്ല. വലിയ ആനയാന്ന് തോന്നല്ലേ? തൈയുടെ ചെവിട് കണ്ടോ? ഇങ്ങനെ ഇത് വലിച്ചു ഊരുമ്പോ ചെവിട് ഇളകും. ചെവിട് ഇളകിയാ ഉണക്കാകുമ്പോ ഉണങ്ങിപ്പോ. ഇത് കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ ചവിട്ടി ചായച്ച തയ്യ, ഇത് നേരെ നിന്ന തയ്യ. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവിതം ഒന്നും പറയണ്ട. ഇത് കണ്ടോ കണ്ടോ നശിപ്പിച്ച് പിഴുതിട്ടേക്കുന്ന. ഇറങ്ങി പോയല്ലേ? എനിക്കറിയത്തില്ല. എല്ലാം പിഴുത് തൈ തന്നെ ചവിട്ടിയാ പോകുന്നത്. മോനെ ഇത് കണ്ടോ ഇതിന്റെ മണ്ട ഇങ്ങനെ ചവിട്ടിയാ ഇറങ്ങുമല്ലേ? അത് ഇന്നാള് ചവിട്ടി കുടിച്ചതാ. കൊണ്ട് കാണിക്കാന് കേൾക്കുന്നുണ്ടോ? ഇതൊക്കെ പോയ പോക്കി ചവിട്ടി ചായച്ചേക്കള. ഞാൻ പിന്നെ ഇപ്പം വള്ളിയും കൊണ്ട് കെട്ടി തൈ അത് ഞാൻ കല്ലെടുത്ത് നൂത്ത് വെച്ചതാ. ചാഞ്ഞി കിടക്കുമായിരുന്നു. ഇപ്പോൾ ആനക്കഥകൾ പറയാനാണെങ്കിൽ അതേ ഉള്ളു കേട്ടോ. ഞാനിപ്പം തിരകടവിൽ ശ്യാമള ചേച്ചിയുടെ പുരയിടത്തിലാണ് നിൽക്കുന്നത്. ഒരു 52 വസ്തുവിൽ നട്ടുന്ന റബ്ബർ മൊത്തം അവർ ആദ്യം എടുത്ത റബ്ബറിന് ശേഷം വീണ്ടും റബ്ബർ തൈക്ക് ഭയങ്കര വിലയാണെന്ന് അറിയാലോ. 100-110 രൂപയൊക്കെയാണ്. അപ്പൊ ഈ റബ്ബർ തൈകളാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദുരിതങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ചെറുകടവ് ഭാഗത്താണിത്. ചെറുകടവ് കോട്ടപ്പാറ താഴെയുള്ള ഭാഗത്താണ് അങ്കനവാടിയുടെ മോള് വശം. ചക്കയെടുക്കാൻ ആനകൾ ഇറങ്ങുന്നതാണ് പ്രശ്നം എന്നാണ് പറയുന്നെങ്കിൽ തന്നെയും ആനകളുടെ സ്ഥിരം ഇവിടെ വരുന്നതാണ്. ഇവിടെ മൊത്തം ആനപ്പിണ്ടമാണ്. ദിവസങ്ങളോളം പഴക്കമുള്ള പിണ്ടമുണ്ട്, കഴിഞ്ഞ ദിവസം ഇട്ട പിണ്ടമുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പോൾ ഇനിയും വീഡിയോകൾ നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അധികാരികൾ കാണണം, ഇവർക്ക് വേണ്ടുന്ന നടപടികളൊക്കെ സ്വീകരിച്ച് കൊടുക്കണം. വലിയ കഷ്ടമാണ് ഈ പ്രദേശത്തെ കർഷകരുടെ കാര്യം. സ്വന്തമായി ഒന്നും ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ വലിയ കഷ്ടമാണ് ഈ ചെറുകടവ് ചാലിയക്കര ഭാഗത്തെ കർഷകരുടെ കാര്യം. അപ്പോൾ അതൊക്കെ ഒരു സർക്കാർ പരിഗണനയിൽ വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കാഴ്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.